കോട്ടയത്ത് വീടിന് ഇത്ര ഭംഗിയോ? നീച്ചോളി നേരം പോലത്തേക്കണം, വേഗം നീച്ചോളിട്ടോ. നല്ല മഴയും ചൂടുള്ള ഉള്ളിവടിയും എങ്ങനെ ഉണ്ടാവും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസത്തേക്കണേ നമ്മളൊരു ഫാമിലി വ്ളോഗായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിക്കണം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ പണിക്ക് പോകാനും വേണ്ടി ഒരുങ്ങി കഴിഞ്ഞ വലിച്ചു കൊണ്ടുവന്നിട്ടാണ് തന്തേ വീരില്ലാണ്ട് ഒരു തൊയിലും. പിന്നെ നമ്മളിപ്പോ കോട്ടയത്താണ്, കുട്ടിമാനിപ്പോ കുറച്ചായിട്ട് കോട്ടയത്താണ് എന്നൊക്കെ നമ്മള് റീൽസില് ഷോർട്സില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ വന്ന ലൈവ് കുറെ ആയിട്ടാ വന്നിട്ട്, ഇപ്പൊ അടുത്തൊന്നും നമ്മൾ ലൈവ് വന്നിട്ടില്ല. അപ്പൊ എവിടെ ചെന്നാലും മഴയാണ്. ഇപ്പൊ കൂടല്ലൂർ മഴയാണ്. നമ്മൾ പോന്നപ്പോ അവിടെ വെയിലായിട്ട്, ഇപ്പൊ നല്ല മഴയാണ് ഇവിടെ കോട്ടയത്ത്. കുട്ടിമാര് പോകാനേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ വിചാരിച്ചു. കുറെ ആയിട്ട് നിങ്ങളായിട്ട് നമ്മൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനൊന്നും വലിയൊരു ഇതില്ല കേട്ടോ. അപ്പൊ ഒക്കെ ആയിട്ട് പിന്നെ വരാം. അതാ നല്ല കിടലും വീഡിയോസ് ഉണ്ട്. നല്ല കുറേ നമ്മളെ ഇവിടെ വീട്ടിനുള്ളിൽ നമ്മുടെ ഫാമിലി വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പൊ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ഇൻട്രോ പറഞ്ഞ ലാഗടിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. വെളുപ്പിന് ഒരു 4 മണി 4:30 ആകുമ്പോൾ കുട്ടിമാൻ വർക്കിന് പോകും കേട്ടോ. പിന്നെ ഞാനും മക്കളെ കൂടെ ഒരു 7 മണി 7 വരെ കടന്നുറങ്ങും. പിന്നെ നീച്ചിട്ട് ഇതാകണം എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കും. ഇത് ബീഫ് കറിയാണ് കേട്ടോ തലേന്നത്തെ. അപ്പോൾ അതിൽ ഇച്ചിരി തേങ്ങ വറുത്ത് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ചായയും കൂടി ഉണ്ടാക്കി വെക്കും. കടി പിന്നെ കുട്ടിമാൻ ഇവിടെ വെള്ളയപ്പവും അപ്പവും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉള്ളത് കാരണം പിന്നെ അത് എടുത്തിട്ട് താഴ്ന്ന് വരലാണ് കേട്ടോ. വരുമ്പോൾ മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടിമാനെ വരാനാവുന്നേ ഉള്ളൂ. 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും നമുക്ക് മക്കളെ വിളിച്ച് നോക്കാം. റിസ് നേരത്തെ നീച്ചിട്ട് ഫോണിലാണ്ടിരിക്കും കേട്ടോ. പിന്നെ ഗെയിമായിട്ട് എന്തെങ്കിലും കയറ്റി. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ ജീനു നീക്കും. പ്രശ്നമോളെ പിന്നെ വിളിച്ച് നമ്മളങ്ങോട്ട് തൊയിരം കിടത്തണം, അങ്ങനെ തന്നെ നീക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടിമാന് വെണ്ടൊക്കെ കറി വെക്കാൻ കൊണ്ടുവന്നത് നല്ല മൂപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുക്കറിൽ റേഷൻ അരിയാണ് കേട്ടോ. പിന്നെ എന്താണ് ഈ ഒരു കുക്കറിൽ ബീഫ് കറി വെച്ചതാണ്. അപ്പോൾ ഇത് കുട്ടിമാൻ തനിച്ച് നിൽക്കണമായതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയൊക്കെ പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളോ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സൗകര്യത്തിലും ഞാനങ്ങനെ ഉണ്ടാക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ. കറിയൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെക്കണത് തന്നെ. അപ്പോൾ അതും കൂട്ടി വൈകുന്നേരം ചപ്പാത്തിയും കൊണ്ട് അങ്ങനെ കഴിക്കലാണ്. കുട്ടിമാന് പിന്നെ നല്ല ടയർഡാണ് പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ അതായത് നമ്മളിപ്പോൾ കോട്ടയത്താണ് പറഞ്ഞില്ല, കോട്ടയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. കൂടല്ലൂർ ഇതിലേറെ മഴയും തണുപ്പൊക്കെയാണെന്ന് പറഞ്ഞു. ഒരുവിധ സ്ഥലത്തൊക്കെ മഴയാണ് അല്ലേ. അപ്പോൾ നിങ്ങളവിടേക്കൊക്കെ മഴ ഉണ്ടോ? പുറത്ത് നല്ല മഴയാണെങ്കിലും ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ. ഫാനും AC ഒന്നും ഇല്ലാതെ ഉള്ളിൽ ഇരിക്കാനേ പറ്റുന്നില്ല. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ലേഡീസാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു 5:30 6 മണിയൊക്കെ ആവാനായിട്ടോ വൈകുന്നേരം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഉള്ളി വെട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാബേജ് ഇട്ടാൽ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. കടലമാവൊന്നുമില്ല, ജസ്റ്റ് മൈദപ്പൊടി ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. നമ്മൾ അതാ കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. റിസുവിൻ്റെ ഒപ്പം കുറച്ച് നേരം കളിക്കാൻ കൂടിയങ്ങാണ്ട് അങ്ങനെ കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. ഉച്ചക്കൊരു ചോറും കറി ഉണ്ടാക്കലും പിന്നെ അതുപോലെ രാവിലെ ഒരു ചായയും വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചായം കടി ഉണ്ടാക്കി ഇവിടുത്തെ എൻ്റെ പണി തീർന്നു കേട്ടോ. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് അലക്കും, പിന്നെ ഡെയിലി കുളിക്കും. ഇതൊക്കെ തന്നെയുള്ളൂ നമുക്കിവിടെ പണി. റഷമോളാണെങ്കിൽ ഇവിടെ അടിച്ചോരി തുടക്കലൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വണ്ണം വെച്ചേക്കണം കേട്ടോ. ഇനി കൂടല്ലൂർ ചെല്ലുമ്പോൾ വേണം അതൊക്കെ ഒന്ന് അങ്ങോട്ട് പാകാക്കി എടുക്കാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കാറില്ല. കുട്ടിമാനും ഫ്രണ്ടിനും ഇല്ല ഉള്ളിവിടെ നമ്മളെ താഴത്തേക്ക് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇരുന്ന് അങ്ങനെ ചായ കുടിക്കണം കേട്ടോ. പിന്നെ എനിക്ക് പാൽ ചായ ഇല്ലാതെ പറ്റില്ല എന്ന് നമ്മൾ പല വീഡിയോയിലും ഞാൻ പറയലുണ്ടല്ലോ. ഹോം ടൂർ ആയിക്കൊണ്ടൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അതെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫാമിലി വ്ളോഗ് എടുക്കൽ എങ്ങനെയാണെന്ന് പോലും ഇപ്പോൾ എനിക്ക് അറിയാതെ ഇരിക്കണം. അതിനെങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം, എങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം കുറേ ആയിട്ട് നമ്മൾ സ്കിറ്റാണല്ലേ ചെയ്യാറ്. പിന്നെ ഞാനപ്പോൾ സ്കിറ്റും ഇല്ല, അതിനൊന്നും പറ്റിയ അതിനൊന്നൊരു മൂഡ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ റെഡിയാക്കും, സെറ്റാക്കാം. ഇപ്പോൾ ചായ ചൂടായിട്ട് ഞാൻ ഗ്ലാസ് ഇങ്ങനെ ഷോളിൽ പൊതിഞ്ഞ് കുടിക്കുകയാണ്. നല്ല കഥകളൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ നമ്മൾ ഒന്നാമത് സ്കിറ്റ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല കഥകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പോരാൻ ഞാനും മക്കളും ഇൻട്രസ്റ്റ് കൂടിയങ്ങാണ്ട് നമ്മൾ കോട്ടയത്തൊക്കെ വന്നും ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ നേരം പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഏതായാലും വന്നില്ല. അപ്പോൾ ചെറിയൊരുനാളിൻ്റെ കുട്ടിമാൻ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ കൂടല്ലൂർ ഞാനും മക്കളും തനിച്ചിരുന്നു കേട്ടോ പെരുന്നാൾക്ക്. അപ്പോൾ നമ്മൾ കുട്ടിമാൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ ഈ വലിയൊരുനാൾ എങ്ങനെയും കുട്ടിമാനിപ്പം കൂടാന്ന് വിചാരിച്ചാൽ അത്ര ദിവസം നമ്മൾ ടിക്കറ്റ് 7-ാം തീയതി രാത്രിക്കൊക്കെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ബോറടിയാണ് കേട്ടോ. പെട്ടെന്ന് പോയെങ്കിൽ കൂടല്ലൂർ എത്തിയെങ്കിൽ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കുട്ടിമാൻ നമുക്ക് നല്ല അവർക്ക് ഉദ്ദേശിക്കുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അവരുടെ ഡ്രസ്സും കഴുകി കൊടുക്കുക, ആ ഒരു ഇത് മാത്രം കേട്ടോ. ഏതായാലും വന്നില്ല, ഇനിയിപ്പോൾ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതാക്കണേ ഇപ്പോൾ കുറച്ച് വെയിലറച്ചപ്പോൾ ഞാൻ തുണികളൊക്കെ ഇവിടെ കൊണ്ടു ഇട്ടതാണ് കേട്ടോ. നമ്മളെ സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുതേ. അപ്പോൾ ബൈ.